അങ്ങനെ അതിനുശേഷം ഇവരുടെ ഇറ്റാലിയിലുള്ള ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് ഹോജിനാണ് അവൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവന്റെ ശബ്ദം കേട്ട് ഇവൾ ഒരു സെക്കൻഡ് ഷോക്കായിരിക്കും. അതിനുശേഷം അവനും ഇവിടെ വെതറൊക്കെ പൊളിയാന്ന് പറഞ്ഞ് ഇവൾ ഈ ട്രിപ്പ് ഫുള്ളും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഇവൾക്ക് ഓൾ ദ ബെസ്റ്റ് പറയും. അങ്ങനെ അതുകൊണ്ട് അവളും കുറച്ച് സന്തോഷത്തി അതേപോലെ അവനാകട്ടെ എന്ന് പറഞ്ഞ് അവനോട് താങ്ക്സ് പറയും. അങ്ങനെ അതിനുശേഷം ഓരോ ദിവസം ഇവരുടെ ഷൂട്ടിങ്ങിന് ശേഷം ചാമുഹി അവളുടെ റൂമിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഇവൾ അറിയാത്ത തന്നെ ഡൊറാമി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോയി അവൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് ചാമുഹിയും അന്നത്തെ ദിവസം അവൾ എന്തോ ചെയ്തതെന്ന് മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറെ സമയം എടുക്കും. അങ്ങനെ ഹോജിൻ ഇവരുടെ ഷൂട്ടിങ്ങിന് വന്നാലും അവൻ താമസിക്കുന്ന ഇവരുടെ കൂടെ അല്ലാതെ വേറൊരു സ്ഥലത്താണ്. അപ്പോഴാണ് അവനും ഒരു ദിവസം രാത്രി ഡൊറാമി പുറത്ത് ചുറ്റിക്കറങ്ങുന്ന കാണുന്നത്. അതുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൾ വീണ്ടും തിരിച്ചു വന്നോ ചോദിക്കുമ്പോൾ കാരണം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ ദിവസം ഇവള് ഡൊറാമിയായിട്ട് മാറുമ്പോൾ അവനായിരിക്കും ഇവളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവന്റെ കൂടെ ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യുന്നതും അവനെ ഡ്രിങ്ക് ചെയ്യാനൊക്കെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവനാണ് ആള് ഫിറ്റായി കിടക്കുന്നുണ്ട്. ഇത് ലെമൺ ജ്യൂസ് ഒന്നല്ല, ലെമൺ ഫ്ലേവർ ഉള്ള ആൽക്കഹോൾ എന്നറിഞ്ഞ് അവസാനം അവളെ പൊക്കിയെടുത്തോണ്ട് ഇവരെ ആരും കാണാതെ അവളെ റൂമിലേക്ക് നായി കാണും. അങ്ങനെ ഓരോ സമയത്ത് ചാമുഹി ഡൊറാമിയായിട്ട് മാറുമ്പോൾ ഇവൻ അവളുടെ ഒപ്പം തന്നെ കാണും. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ അവനാണ് ഇനി ഇവൾ അധികം ഡ്രിങ്ക് ഒന്നും ചെയ്യാതെ ചാമുഹിയെ വെറുതെ വിടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും അതൊക്കെ ഇരിക്കട്ട് ഇനി അവർ അടുത്ത ഷൂട്ടിംഗ് ഒപ്പേറ ഹൗസിലേക്ക് പോകുന്നുണ്ട്, ഇവൾക്ക് മ്യൂസിയത്തിനെ കുറിച്ച് കുറച്ച് അറിവാണെന്ന് പറയും. അപ്പോഴാണ് അവൻ ഇവൾക്ക് എഴുതി കൊടുത്തോണ്ട് ഇതൊക്കെ ഇവള് പഠിക്കുവാണ്, പിന്നെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ചാമുഹിക്ക് ഓർമ്മ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഡൊറാമിയും അതൊക്കെ അവൾക്ക് ഓർമ്മ ആണെന്ന് പറഞ്ഞ് ഇവൻ എഴുതി തരാൻ വേണ്ടി പറയും. കാരണം ആ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് ചാമുഹിക്ക് എല്ലാം അറിഞ്ഞ് അവൾ സ്മാർട്ടായിട്ട് കാണിക്കുവാണ്, അവളും കുറച്ച് ഷോയെ കാണിക്കുമെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഇതൊക്കെ ഇവൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇവള് ചാമുഹിയുടെ അടുത്തിരുന്ന് മാഞ്ഞു പോകാൻ വേണ്ടിയാന്ന് പറയും. അതുകൊണ്ട് ഈ പാട്ടിന്റെ അർത്ഥമൊക്കെ ഇവൻ പറയുന്ന അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവളോട് പറയുമ്പം അവൾ എങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞ് അവൾക്കൊന്ന് മനസ്സിലാകാതിരിക്കും. അപ്പോഴാണ് ഇവൻ അവളെ അടിച്ച് മര്യാദയ്ക്ക് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അങ്ങനെ ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ കുറച്ച് സമയം താന്ന് പറഞ്ഞ് അത് പെട്ടെന്ന് വായിച്ചു നോക്കി ഇവനോട് ഉത്തരം പറയുമ്പം അവനാണ് ഇവളെ കൊണ്ട് ഈസി ആയിട്ടെല്ലാം ഓർമ്മ വയ്ക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് നല്ല മെമ്മറിയാന്ന് പറയും. അതുകൊണ്ടല്ലേ മിസ്റ്റർ കിൻ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവൾ പാസ്വേഡ് കണ്ടുപിടിച്ച് വീട്ടിനകത്ത് കയറിയെന്ന് പറഞ്ഞ് അവളെ ഇട്ടാക്കുമ്പം അവൾ ഇത്രയും പെട്ടെന്ന് പഠിച്ചതിന് റിവാർഡ് ആയിട്ട് ഒരു കിസ് തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഇവൾ എന്തോ കാണിക്കുന്ന പറഞ്ഞ് അവളെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയുമ്പം അവളാണ് ചെറുക്കന് നാണം വന്നോന്ന് പറഞ്ഞ് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് അവളാണ് ഒരു സീക്രട്ട് അറിയാന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വരുന്ന മുമ്പേ ചാമുഹിയുടെ അങ്കിൾ ആന്റിയെ കാണാൻ വേണ്ടി പോയെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായി അവിടെ ചെന്നിട്ട് ഇവൾ എന്തോ ചെയ്തെന്ന് ചോദിക്കുമ്പം അവൾ അവർക്ക് നേരെ ഒരു ബോംബ് ഇടാൻ വേണ്ടി പോയതാന്ന് പറയും. അങ്ങനെ അത് കേട്ട് ഇവന് ഷോക്കായിരിക്കുമ്പം ഇവളാണ് യഥാർത്ഥത്തെ ബോംബ് ഇവളുടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ വാക്കുകൾ കൊണ്ട് അവരെ പൊട്ടി തെറിപ്പിച്ചെന്ന് പറയും. പക്ഷെ ചർച്ച ആയതുകൊണ്ട് വലിയ ചീത്ത പോലും വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ ഇവളുടെ ഫാമിലിയെ കുറിച്ച് അറിയാന്നുണ്ട് അടുത്തേക്കൊന്ന് ഇവളുടെ തലയെ തടവി കൊടുത്ത് സമാനപ്പെടുത്തും. അപ്പോഴാണ് അവളും ഇവൻ എന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് അവൾ ആലോചിച്ചിട്ട് അപ്പൊ തന്നെ അവന്റെ ദേഹത്ത് ചാടി അവനെ കടിച്ചു വയ്ക്കും. അങ്ങനെ സ്നേഹം കാണിക്കുന്നവരെ ഡൊറാമയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവള് വയലന്റ് ആയെന്ന് പറഞ്ഞ് അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചാമുഹിയാണ് കുറെ ഇറ്റാലിയൻ മ്യൂസിക് ലിറിക്സിനെ കുറിച്ചൊക്കെ അവൾ അറിയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ഇവൾക്ക് വേണ്ടി ഡൊറാമി പഠിച്ചതാണ്. അങ്ങനെ അതുകൊണ്ട് അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് അവളും ഇതെങ്ങനെ അവൾക്കറിയാന്ന് പറഞ്ഞ് അവൾ തന്നെ ഷോക്കായിരിക്കുമ്പം ഹോജനാണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഇവൻ എത്ര അധികം സ്നേഹിക്കുന്നു അതേപോലെ തിരിച്ചു തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുഡ് ബൈ പറയുന്ന ലിറിക്സ് അവളിപ്പോ പാടിയതാന്ന് പറയും. അപ്പോഴാണ് ചാമുഹിയും അവളിപ്പോ പറഞ്ഞ് ഇറ്റാലിയനൊക്കെ കറക്റ്റ് ആണെന്ന് ചോദിക്കുമ്പം അവനാണ് കറക്റ്റാന്ന് പറയും. അവളോട് ഇത് അടുത്തിരുന്ന് കേട്ടോണ്ടിരിക്കുന്ന ഹീറോയും ഇവൾക്ക് സിനിമയുടെ ഡയലോഗ് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവൻ അടുത്ത പ്രാവശ്യം വേണം നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് കാണാന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ ഹോജൻ കണ്ട് ചെറുതായിട്ട് അസൂയപ്പെടും. അതിനുശേഷം അന്ന് രാത്രി ഹോജനാണ് ഇപ്പൊ ഡൊറാമിയോട് ഇവൾ ആ സിനിമയെ പോലെയൊക്കെ ആ മ്യൂസിക് ഒക്കെ കേൾക്കാൻ പോയ ഇവൾ ബോറടിച്ച് കടന്ന് ഉറങ്ങിപ്പോന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ ഇവൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോന്ന് പറഞ്ഞ് ആരുടെ കൂടാൻ ചോദിക്കുമ്പം അവനാണ് അതൊക്കെ ചാമുഹിയോട് പറഞ്ഞോളാം ഇവള് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴാണ് ഡൊറാമിയും ചാമുഹിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ചോദിച്ചത്, കാരണം അവൾക്ക് നിന്നോട് സംസാരിക്കാൻ പോലും ധൈര്യമില്ല, പിന്നെ എങ്ങനെ ചോദിക്കും എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവൻ ചാമുഹിയോട് നോർമലായിട്ട് സംസാരിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഇവളും അതൊരു ജോലിയുടെ ഭാഗമായതുകൊണ്ട് അവൾ സംസാരിച്ചായിരിക്കും എന്ന് പറഞ്ഞ് അല്ലാതെ മുമ്പത്തെ പോലെ ഇവളോടെല്ലാം സംസാരിച്ചിട്ടുണ്ടോ ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് ഇവന്റെ നേർക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവനാണ് ഈ ക്യാമറ ആരുടെ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവളും ഇതാ ഹീറോയുടെ ഇന്ന് അടിച്ചു മാറ്റിയാന്ന് പറയുമ്പോൾ അവൻ ഇത് കേട്ട് ഷോക്കായി ഇപ്പൊ അടിച്ചു മാറ്റി എന്നാണോ പറഞ്ഞ് അല്ല എന്റെ ചെവി ആ തെറ്റായിട്ട് വീണയാണോ എന്ന് പറഞ്ഞ് അവൻ ഒന്നും കൂടെ ചോദിച്ച് കൺഫേം ചെയ്യുമ്പം അവളാണ് അത് കട്ടെടുത്തിയാന്ന് പറയും. കാരണം ഹീറോയ്ക്ക് ഈ ക്യാമറ എന്ന് പറഞ്ഞ ജീവന, അതുകൊണ്ട് അവൻ ഇത് അന്വേഷിക്കുമ്പോൾ ഇവള് ചാമുഹി അത് കണ്ടെത്തുന്ന പോലെ സെറ്റ് ചെയ്യിപ്പിക്കാൻ പോവുക. അങ്ങനെയാണ് അവർ തമ്മിൽ റൊമാൻസ് വരുന്ന ഇവള് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നാളെ ചാമുഹി ഇത് കാണത്തക്ക രീതിയിൽ ഈ ക്യാമറ ഇവനെ ചെന്ന് വയ്ക്കാൻ വേണ്ടി പറയുമ്പം അവനാണ് ഈ കള്ളത്തരുത്തി അവനൊന്ന് കൂട്ടിനിക്കത്തില്ലെന്ന് പറയും. അതോടെ അവളും ഒരു കൂട്ടുന്നില്ല എങ്കിൽ പിന്നെ അവൻ നേരെ പോലീസിനെ വിളിച്ച് അവന്റെ ക്യാമറ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യും. പിന്നെ ചാമുഹി ആയിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഷ്ടപ്പെടാൻ പോകുന്നത്, കാരണം CCTV ഫുട്ടേജ് ഈ ഫേസല്ലേ പതിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവളും പറഞ്ഞ് അവനെ പേടിപ്പിക്കും. അങ്ങനെ അതിനെ ശിവരണ്ടിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് അവിടെ അടുത്തുള്ള റെസ്റ്റോറന്റ്
ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുമിച്ച് ഇന്ന് കഴിച്ചോണ്ടിരിക്കുന്ന കാണുന്നത്. അതോടെ അവനും പേടിച്ചിട്ട് അവരല്ലേ ഇവരിപ്പോ കണ്ടുമുട്ടിയ പിന്നെ എന്തേലൊക്കെ വിചാരിക്കുമെന്ന് പറഞ്ഞ് അവന് സീക്രട്ട് ആയിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇത് അവിടെ ഇരുന്ന് ഹീറോയുടെ സെക്രട്ടറിയും കണ്ടിട്ട് ആ പോകുന്ന ഹോജിനല്ലെന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം കാണിച്ചു കൊടുക്കും. പക്ഷെ കൂടെയുള്ള പെങ്കൊച്ചാരാന്ന് ഇവർക്കാർക്ക് അറിയത്തില്ല. അതിനുശേഷം ഹോജിന് ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടെന്നറിഞ്ഞ് ഇവളോട് അറിയുമ്പം ഇവളാണ് അവനെ വിട്ടിട്ട് പോകാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചെന്ന് നിൽക്കും. അപ്പോഴാണ് അവനും ഇവൾ എന്തോ കാണിക്കുന്നതെന്ന് അറിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ നോക്കും. അതോടെ അവൾ ആ ക്യാമറ എടുത്തിട്ട് മര്യാദയ്ക്ക് പറഞ്ഞ പോലെ നീ ചെയ്യുന്ന പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഡൊറാമി പ്ലാൻ ചെയ്ത പോലെ അടുത്ത ദിവസം ഹീറോയുടെ ക്യാമറ കാണാനില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അത് തപ്പി ഇന്നലെ ഇവർ പോയ സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ എല്ലാവരും കൂടെ അത് കണ്ടെത്താൻ വേണ്ടി നോക്കുമ്പം ഇവിടെ ഹോജിനാണ് നൈസിന് ആരും കാണാതെ ചാമുഹിയുടെ അടുത്ത് തന്നെ അവൻ വച്ചിട്ടങ്ങ് പോകും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം ഒരു സെക്കൻഡ് അവന് പേടിയാം ഇന്നലെ ഇവൾ ക്യാമറയായിട്ട് ഇവനെ നോക്കിയപ്പോൾ സത്യത്തിൽ ഫോട്ടോയിൽ എടുത്തു കാണുമെന്ന്. അങ്ങനെ എടുത്തോ ഇല്ലെന്ന് പറഞ്ഞ് അവൻ കുറെ കൺഫ്യൂസായി അവസാനം പേടിച്ച് വീണ്ടും ആ ക്യാമറ എടുത്തേ ചെല്ലും. ഇതേ സമയം ചാമുഹി ആ ക്യാമറ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവന്റെ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഹോജിനാണ് പെട്ടെന്ന് അവളെ സൈഡിലേക്ക് വിളിച്ചിട്ട് ക്യാമറയ്ക്കെല്ലാം പറ്റിയെന്ന് പറഞ്ഞ് അവനും ചെക്ക് ചെയ്തിട്ടും ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവനും ഇവന്റെ ഫോട്ടോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇനി ചെന്ന് കൊടുത്തോന്ന് പറയുമ്പം അവൾ ഇവനോട് സംസാരിക്കാൻ കുറച്ച് ടെൻഷനായിട്ടിരിക്കും. അപ്പോഴാണ് അവനെ ആലോചിച്ച് നോക്കുന്ന ഡൊറാമി പറഞ്ഞാണ് ഇവൻ ആരുടെ കൂടെ ഈ സ്ഥലത്തേക്ക് വന്നേന്ന് ഇവളായിട്ട് ചോദിക്കത്തില്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവളായിട്ട് ഇപ്പൊ ചോദിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ ചാമുഹിയോട് അവൻ ഇതിനുമ്പേ ഒരാളുടെ കൂടെ ഇവിടുത്തെ മ്യൂസിക് കേൾക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഇവൾ കാണാൻ പോകുവാണ് ഇവിടുത്തെ കാർമൻ എന്ന് പറഞ്ഞ പാട്ട് കിടില്ലെന്ന് പറഞ്ഞ് ഇവൾ അത് കാണാൻ വേണ്ടി പറയും. അങ്ങനെ അവന്റെ കൂടെ വന്ന ആള് ആ പാട്ട് കേട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം ഇവളാണ് പെട്ടെന്ന് ആ കൂടെ വന്ന ആരാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. ഒരുപക്ഷെ ഇവളെ പോലെ ഒരു പെണ്ണായിട്ട് സെയിം ഏജ് ആണെങ്കിൽ പിന്നെ അവൾക്കും ചിലപ്പോ ആ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ചോദിച്ചാന്ന് പറയും. അപ്പോഴാണ് ഹോജിനും കുറച്ച് ചിരിച്ചിട്ട് ഇവൻ വിചാരിച്ച പോലെ തന്നെ അവന്റെ കൂടെ വന്ന ആളിനെ കുറിച്ച് തിരക്കാന്ന് പറഞ്ഞ് അവന് കൂടെ അന്ന് വന്നത് ഒരു പ്രായം കൂടിയ ഒരു അങ്കിളാന്ന് പറയും. അതുകൊണ്ട് അങ്ങേറെ ടേസ്റ്റ് ഇവൾ കാണുമെന്ന് ചോദിക്കുമ്പം ഇവൾക്കാണ് സന്തോഷമായിട്ട് ഇവന്റെ കൂടെ വന്നത് പെങ്കൊച്ചല്ലെന്ന് മനസ്സിലാക്കി അവൾ അതേ ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞ് ഇവൾ അത് തന്നെ കാണാൻ പറയും. അതിനുശേഷം അവളും ഇവന്റോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പൊ കുറെ ദിവസമായി പറഞ്ഞ് അവനോട് പറയുമ്പം അവനും ഇവളെപ്പോഴും അവൻ കാണാറുണ്ടെന്ന് പറയും. അങ്ങനെ ആ ഒരു സെക്കൻഡില്ല ക്യാമറയ്ക്ക് വേണ്ടി ഇവരെല്ലാം ചാമുഹിയെ വിളിക്കുന്നത്. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ഇവൾ ആദ്യം പോയിക്കോന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കും. അതിനുശേഷം അവളും പുറത്തുനിന്ന് അവനോട് ആ ക്യാമറ കൊടുത്തുടനെ അവനാണ് ഈ ക്യാമറ എന്റെ ജീവനായിരുന്നു പറഞ്ഞ് ഇവൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഹോജിനാണ് ഇനി ഒരു ഡൊറാമിയാണോ ഈ സെറ്റപ്പ് എല്ലാം ചെയ്ത് ചാമുഹിയോട് സംസാരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് അവൻ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഹീറോയുടെ സെക്രട്ടറിയും ഇന്നലെ ഇവനൊരു പെങ്കൊച്ചായിട്ട് കണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ ചാമുഹിയെ പോലെ ഉണ്ടായിരുന്നു പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവനാണ് അത് ഡൊറാമി ആയതുകൊണ്ട് അവനും ധൈര്യത്തി ഇവളെ കണ്ടത് ചാമുഹിയല്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളും എങ്കിൽ പിന്നെ അങ്ങനെ ചോദിച്ചിന് സോറി എന്ന് പറഞ്ഞ് അവൾ ഇവനോട് മാപ്പ് വയ്ക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ പ്രൊഡക്ഷൻ ടീമിലാണ് ഇവർ അടുത്തെടുക്കാൻ പോകുന്ന സ്പോട്ടിൽ അവിടെ അടച്ചിട്ടേക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ അതുകൊണ്ട് പ്രൊഡ്യൂസറായിട്ടുള്ള ജീസോനും വേറെ സ്ഥലമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി നോക്കുമ്പം ഇത് കാണുന്ന ചാമുഹിയുടെ മാനേജറും എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവനും ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് ഡയറക്ടറും ഇവരെടുക്കാതിരുന്ന സ്ഥലത്ത് ഒരു ഫയർ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് അതുകൊണ്ട് വേറെ സ്ഥലം നോക്കുമെന്ന് പറയും. അങ്ങനെ അടുത്ത് വൈൻ റെഡിയാക്കുന്ന ഏതാണ്ട് ഒരു സ്ഥലത്താണ് ഇവർ ഷൂട്ടിംഗ് എടുക്കാൻ പോകുന്നത്. അപ്പോഴാണ് അവിടുത്തെ ഒരു ഡയറക്ടറും ജീസേനോട് ഇവളുടെ ബോയ് ഫ്രണ്ട് അറിയാവുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ എഴുതിയ ബുക്കിൽ ഇവർ അതിനെക്കുറിച്ച് വായിച്ചാരെന്ന് പറയും. അതുകൊണ്ട് അവനോട് സഹായം ചോദിക്കുവാണ് ഈ പ്രശ്നമെല്ലാം സോൾവ് ആകത്തെല്ലാം ചോദിക്കുമ്പം അവളാണ് അവനെ വിളിക്കണോ വേണ്ടെന്ന് പറഞ്ഞ് ടെൻഷനായിട്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അടുത്തിരുന്ന് യങ് കാണുന്നുണ്ട്. അതിനെ ശിവറുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ജീസൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ച് അവളെല്ലാം ഓക്കെ ആക്കും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ സന്തോഷത്തി ഇവളുടെ ബോയ് ഫ്രണ്ട് എല്ലാവരും രക്ഷിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം യങ് ആണ് ഇവൾക്ക് ഡ്രിങ്ക്സ് കൊടുത്തിട്ട് ഇവൾ കുറെ സ്ട്രെസ്സായി കാണുമല്ലോ എന്ന് പറയുമ്പം അവളുടെ കയ്യിൽ മോതിരിട്ടേക്കെന്ന് കാണും. കാരണം ഇവരുടെ ഇരിക്കുന്ന ആർക്ക് സത്യരയത്തുണ്ട് അവൾ ആ മോതിരം ഇപ്പോഴും ഇട്ടേക്കുക. പക്ഷെ ഇത് കണ്ട് അവൻ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. എന്നിട്ട് ഹോജിനാണ് അവൻ എപ്പോഴും കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പം അവിടുത്തെ ഓണർ ഇവനെ കണ്ടിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് ഇന്ന് വന്നില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഡൊറാമിയായിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഗേൾ ഫ്രണ്ട് എന്ന് തെറ്റിരിച്ച് അതുകൊണ്ട് അവനും അത് ഗേൾ ഫ്രണ്ട് ഒന്നല്ലെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അദ്ദേഹമാണ് എങ്കിൽ പിന്നെ തെറ്റിരിച്ചായിരിക്കും പറഞ്ഞ് ഹാലിയടിയെ കാണാൻ ഒരു ആക്ട്രസിനെ പോലെ ഉണ്ടായിരുന്നു പറയും. പക്ഷെ ഇന്ന് വന്നായിരുന്നെങ്കിൽ അവർക്ക് ആ 7 ലക്കി ലീഫ് കിട്ടിയെന്ന് പറഞ്ഞ് അവൾ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പം ഇവനാണ് എന്തായാലും അവൾ ആക്ട്രസ് എന്ന് പുറത്തുനിന്ന് കാണിക്കാത്തോണ്ട് ഇങ്ങേർക്ക് താങ്ക്സ് പറയും. പക്ഷെ അദ്ദേഹമാണ് അവൾ ആ 7 ലക്കി സാധനം കളക്ട് ചെയ്തതിന് ശേഷം ഇങ്ങേരെ ഓട്ടോഗ്രാഫ് ചോദിക്കാൻ വേണ്ടി കാത്തിരുന്ന. പക്ഷെ അവൾ വരാത്തോണ്ട് അവൾക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ ഇവനോട് പറഞ്ഞു കൊടുക്കുമ്പം ഇത് കണ്ട് അവനും അവൾ ഗുഡ് ലക്ക് എല്ലാം ചേർത്ത് വെച്ച് അവളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി അവൾ ആലോചിക്കുമെന്ന് അറിയും. അതേസമയം ഇപ്പൊ ചാമുഹിയാണ് അവളുടെ ഫ്രണ്ട് നോർത്തേൺ ലൈറ്റ്സിന്റെ ഒരു പടം ഇരിക്കുന്നിട്ട് ഇവൾക്ക് അന്ന് ഹോജനായിട്ടുള്ള ആ മൊമെന്റ്സ് ഒക്കെ ഓർമ്മ വരും. അങ്ങനെ അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് ഇവളിപ്പോ അവനെ ഒത്തിരി മിസ് ചെയ്യാന്നറിഞ്ഞ് വിഷമിച്ചിരിക്കും. കാരണം ഇവളുടെ ഓർമ്മയിൽ അവനായിട്ട് അധികം ഒന്നിപ്പം അവൾ സംസാരിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് കുറെ ദിവസമായതുപോലെ ഇവൾക്ക് ഫീൽ ആണ്. അപ്പോഴാണ് അവിടേക്ക് ഒന്ന് നോക്കുന്ന ഹീറോയാണ് ഇവൾ ഇവിടുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കാണുമ്പം അടുത്ത സെക്കൻഡ് ഡൊറാമി ആ കരച്ചിലൊക്കെ മാറ്റിയിട്ട് അവൾ അവിടെ നിന്ന് ആറ്റിറ്റ്യൂഡ് കാണിച്ചു പോകും. അതിനുശേഷം അവിടേക്ക് ഒന്ന് നോക്കുന്ന ഹീറോയും ഈ സോംബി ഇപ്പോ സത്യത്തിൽ കരഞ്ഞല്ലേ ഇവളെന്തിന്റെ കരയണം എന്നതിന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഡൊറാമി
ഡൊറാമിയാണ് ഹായ് ബേബ് എന്ന് പറഞ്ഞ് ഹോജിന് മെസ്സേജ് അയക്കും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ അവളെ കാണാൻ വേണ്ടി ചെല്ലുമ്പം ഡൊറാമിയാണ് ഇപ്പൊ ഇവന്റെ ഫ്രണ്ട് ചാമൂഹിയെ പോലെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നടന്നു വരും. അങ്ങനെ ഇത് കണ്ട് അവനൊരു സെക്കൻഡ് ചാമൂഹി എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പം അവളാണ് വെട്ടം ചിരിച്ചിട്ട് കറക്റ്റ് അവളെ പോലെയാണോ ഞാൻ വന്നേന്ന് പറഞ്ഞ് ചോദിക്കും. കൂടാതെ ക്യാമറ അതേപോലെ വച്ച് ഇവൾക്ക് ഹീറോയിൻ തമ്മി ലവ് ഒക്കെ സെറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് ആ പോയം പഠിപ്പിച്ചതിനൊക്കെ താങ്ക്സ് പറയുമ്പം അവനാണ് ഇവൾ അവിടെ വെച്ച് പറഞ്ഞു കൊടുത്ത പോയം ലവ് സോങ് ഒന്നല്ല, അതൊരു ഗുഡ് ബൈ സോങ് എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോയ ഉടനെ ഇവൾ അവന്റെ പുറകെ തന്നെ വന്നിട്ട് പ്രറ്റ്യൂം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തല്ല ഈ ഒരു സീൻ വരുന്നത്. ആ സമയത്ത് ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് ആ സിനിമ എൻഡ് ആവില്ലേ, എങ്കിൽ പിന്നെ അവർ തമ്മിൽ ഇതൊരു ഹാപ്പി എൻഡിങ് അല്ലേ. ആ സമയത്ത് അവർ കിസ്സും ചെയ്യുന്നുണ്ട് എന്നിന് ഇവളും പറയുമ്പം അവനാണ് എന്നും പറഞ്ഞത് ഹാപ്പി എൻഡിങ് ആകത്തില്ലെന്ന് പറയും. കാരണം യഥാർത്ഥത്തിൽ ഒരു കപ്പിൾസ് ബ്രേക്കപ്പ് അതിന് മുമ്പ് ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞ് അവസാന ലേഡി മരിച്ചു പോയതായിട്ട് പറയും. അപ്പോഴാണ് ഇത് കിട്ടി ഡൊറാമിയാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ഇവൾക്കൊരു ഹാപ്പി എൻഡിങ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവസാനം വരെ ചാമൂഹി സന്തോഷമില്ലാത്തൊരു ജീവിതമാണോ ജീവിക്കാമോന്നും ചോദിക്കും. അപ്പോഴാണ് ഹോജിനും അവൾ സന്തോഷത്തോടെ ജീവിക്കത്തില്ലെന്ന് ഇവളായിട്ട് ആലോചിച്ചു കിട്ടുമെന്ന് പറയും. അങ്ങനെ ആദ്യം ഇവളുടെ ചിന്ത കളഞ്ഞാല് പിന്നെ ഒരു ഹാപ്പി എൻഡിങ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ പറയുമ്പോഴാണ് ഡൊറാമി ആലോചിച്ച് നോക്കിയിട്ട് എങ്കിൽ പിന്നെ ഹാപ്പി എൻഡിങ് വേണമെങ്കിൽ എന്റെ ചിന്തയെല്ലാം ഇല്ലാതാക്കണല്ലേ, അതിനാദ്യം നിന്നെയാണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത്. കാരണം അവൾ ഏറ്റവും കൂടെ ആലോചിക്കുന്ന നിന്നെ കുറിച്ച് മാത്രം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൾക്ക് ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ അവൾക്ക് എപ്പോഴും നിന്റെ കൂടെ ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹം കാണും, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്റെ പുറകെ തന്നെ ആയിരുന്നു എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവനും കുറച്ച് ഇമോഷണലായി എങ്കിൽ പിന്നെ ഈ ഡൊറാമി വരാനുള്ള കാരണം അവനും കൂടെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളെ സങ്കടത്തി എന്നോട് ഞാൻ ഒരു സീക്രട്ട് പറയട്ടെ, ചാമൂഹി എന്തായാലും ഒരിക്കലും നിന്നോട് ഇത് പറയത്തില്ല. കൊച്ചിലെ അവളുടെ അച്ഛനമ്മ മരിച്ചത് അവൾ നേരിട്ട് കണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അച്ഛൻ മരിക്കാനുള്ള കാരണം അവളുടെ സ്വന്തം അമ്മ തന്നെ. പക്ഷെ ഇതിനെക്കുറിച്ച് അവൾ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം അവളുടെ അമ്മ അവളെയും കൊല്ലാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഇവളോട് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ പറഞ്ഞ് ഇവനെ സത്യം അറിഞ്ഞ പിന്നെ ഇവന് വെറുക്കൊന്ന് പേടിച്ചിട്ട അവളെല്ലാം ഇങ്ങനെ മനസ്സിൽ തന്നെ കൊണ്ടുവച്ചേക്കുന്നെന്ന് അറിഞ്ഞ് അവൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൻ പെട്ടെന്ന് അവളെ വിഷമിക്കുകയെന്ന് അറിഞ്ഞ് അവളെ ഹഗ് ചെയ്യും. അപ്പരാൻ ഡൊറാമിയും ഇവന് നല്ല മനസ്സുണ്ട്, അതുകൊണ്ട് ഇതോടെ ചാമുഹിയുടെ അടുത്ത് നിന്ന് പോയിക്കോന്ന് അറിഞ്ഞ് എന്നാൽ മാത്രമേ ഇവൾക്ക് ചാമുഹിയുടെ അടുത്തിരുന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്നറിയും. അങ്ങനെ അതാ നമ്മൾ തമ്മിലുള്ള ഹാപ്പി എൻഡിങ് എന്ന് അവളും പറഞ്ഞിട്ട് ആ ഗുഡ് ബൈ സോങ് ഇവന് വേണ്ടി പാടിക്കൊടുക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ ശ്രമിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.